ലഹരി ഇടപാടിന് ബാങ്ക് അക്കൗണ്ടുകളും തിരിച്ചറിയൽ രേഖകളും അടക്കം വ്യാജരേഖകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന സംഘം പിടിയിൽ. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റിലെ തലശ്ശേരി സ്വദേശി റിഷാദും കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാനുമാണ് തലശ്ശേരി പോലീസിന്റെ പിടിയിലായത്. തലശ്ശേരിയിൽ MDMA കേസിൽ പിടിയിലായ തബു എന്ന മുജ്തബ ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് റാക്കറ്റിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ആവശ്യക്കാരിൽ നിന്ന് പണം വാങ്ങി വഴിയരികിൽ ഉപേക്ഷിച്ച 1 ഗ്രാമിൽ താഴെ MDMAയിൽ തുടങ്ങിയ അന്വേഷണമാണ്. തലശ്ശേരി പോലീസിന്റെ ഈ അന്വേഷണം ചെന്നെത്തിയത് ലഹരി ശൃംഖലയുടെ തലശ്ശേരി കണ്ണിയിലേക്ക്. കഴിഞ്ഞ ദിവസം 185 ഗ്രാം MDMAയുമായി തലശ്ശേരി സ്വദേശി മുജിതബ പിടിയിലാകുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ തലശ്ശേരി പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ലഹരി ഇടപാടുകൾക്ക് മുജിതബ ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ട് മരിച്ച മൈസൂരു സ്വദേശിയുടേത്. സംശയം തോന്നിയ പോലീസ് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. എത്തിച്ചേർന്നത് വൻ റാക്കറ്റിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക്. ലഹരി ഇടപാടിനായി പണം കൈമാറുന്നത് ഇത്തരം വ്യാജ അക്കൗണ്ടുകൾ വഴിയാണെന്ന് പോലീസ് കണ്ടെത്തി. തെരുവിലലയുന്നവർക്ക് തുച്ഛമായ പ്രതിഫലം നൽകി ബാങ്കിൽ കൊണ്ടുപോയി അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ് രീതി. അവിടെയും തീർന്നില്ല. വ്യാജ പേരുകളിൽ ആധാർ കാർഡുകളും പാൻ കാർഡുകളും ഉണ്ടാക്കി സൂക്ഷിക്കും. ലഹരി കച്ചവടത്തിനായി ബംഗളൂരുവിലേക്കും ഡൽഹിയിലേക്കും യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലുകളിൽ താമസിക്കാനായി ഉപയോഗിക്കുന്നതും ഇതേ വ്യാജ തിരിച്ചറിയൽ രേഖകൾ. ഇത്തരത്തിൽ 100ഓളം ആധാർ കാർഡുകളും പാൻ കാർഡുകളും പ്രതികളിൽ നിന്ന് കണ്ടെത്തി. സംഘം ബംഗളൂരുവിൽ വ്യാജരേഖ നിർമ്മിച്ച് വിൽക്കുന്നുണ്ടെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചെന്നും തലശ്ശേരി ASP ഡോക്ടർ M നന്ദഗോപൻ. MDMA പോലുള്ള കേസുകളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അതായത് 10,000-നും 20,000-നും ഈ അക്കൗണ്ടുകൾ വിൽക്കും. അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ടും ഇവർ അക്കൗണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവിടെ അഡ്രസ്സുള്ള ഒരാളെ കൊണ്ടുപോയി അവരെ വെച്ച് അക്കൗണ്ട് എടുക്കുക. അതുകൂടാതെ ഗെയിമിംഗ് ആപ്പുകളിലും ലോൺ ആപ്പുകളിലും ഇതേ അക്കൗണ്ട് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഈ ബജാജ് ഫിനാൻസ് പോലുള്ള ലോൺ ആപ്പുകളിലേക്കും ഇതേപോലുള്ള അക്കൗണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഇൻവെസ്റ്റിഗേഷൻ കടക്കണം. ആൾക്കാർ അക്കൗണ്ടുകൾ മാത്രമല്ല, നമ്മളിപ്പോൾ കേസിൽ പ്രധാനപ്പെട്ട സിം കാർഡുകൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം മിക്കപ്പോഴും നോർത്ത് ഇന്ത്യയിലുള്ള മറ്റു പലരുടെയും പേരിലുള്ള സിം കാർഡുകളാണ് വരിക. അതും ഇങ്ങനെ തന്നെ അവരെ കൊണ്ടുപോയി കാണിച്ച് സിം എടുത്തിട്ട് ഇവരെ ആവശ്യത്തിന് അവരുടേതായിട്ട് സിം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. 50-നടുത്ത് മൊബൈൽ ഫോണുകൾ, 25ഓളം വ്യാജ സീലുകൾ, നിരവധി സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകൾ, മറ്റ് ID പ്രൂഫുകൾ എന്നിവയും സംഘത്തിൻ്റെ കയ്യിൽ നിന്നും പിടികൂടി. ഈ വ്യാജരേഖകൾ എന്തൊക്കെ ആവശ്യത്തിനായാണ് ഉപയോഗിച്ചതെന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ലഹരി സംഘത്തിനും വ്യാജരേഖകൾ നിർമ്മിക്കുന്ന റാക്കറ്റിനും പിന്നാലെ തന്നെയുണ്ട് തലശ്ശേരി പോലീസ്. ഇനിയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്ന സൂചനയും പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ കൈമെയ് മറന്ന പരിശ്രമത്തിലാണ് കേരള പോലീസ്. അതേസമയം തന്നെ ഇത്തരത്തിൽ പലവിധ മറുതന്ത്രങ്ങളാണ് ലഹരി മാഫിയ പയറ്റുന്നത്. ഏതായാലും പോലീസും ലഹരി മാഫിയയും തമ്മിൽ നടക്കുന്നതൊരു യുദ്ധം തന്നെയാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.